കുറ്റാരോപിതരുടെ വീടുകൾ പൊളിച്ചുമാറ്റുന്ന ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി. കുറ്റാരോപിതനായതുകൊണ്ട് മാത്രം എങ്ങനെ വീട് പൊളിക്കുമെന്നും കുറ്റക്കാരനായാലും അത് പൊളിക്കാൻ കഴിയില്ലെന്നും ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. വിവിധ സംസ്ഥാനങ്ങളിലെ ബുൾഡോസർ രാജ് നടപടികളെ ചോദ്യം ചെയ്ത് നൽകിയ ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രധാന നിരീക്ഷണം. ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അടുത്ത കാലത്തായി ബുൾഡോസർ ഉപയോഗിച്ച് കുറ്റാരോപിതരുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നത് തുടർക്കഥയായത്. ഇതിനെതിരെ ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദ്, CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഒരു കൂട്ടം ഹർജികളാണ് കോടതി പരിഗണിച്ചത്. പല സംസ്ഥാനങ്ങളിലും കുറ്റാരോപിതരുടെ വീടുകൾ പൊളിച്ചു നീക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച സുപ്രീം കോടതി ഇതു സംബന്ധിച്ച് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതു സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താൻ കോടതിക്ക് പരിഗണിക്കാവുന്ന കരട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ മുതിർന്ന അഭിഭാഷകൻ നചികേത ജോഷിക്ക് സമർപ്പിക്കണം. അവ ക്രോഡീകരിച്ച് കോടതിയിൽ ഹാജരാക്കണം. ദേശീയ തലത്തിൽ തന്നെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ശ്രമിക്കാമെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം വിഷയം വീണ്ടും പരിഗണിക്കും. അനധികൃത നിർമ്മാണങ്ങൾ കോടതി സംരക്ഷിക്കില്ലെന്നും എന്നാൽ ചില മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണെന്നും ജസ്റ്റിസ് ഗവായ് ആണ് വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണ് ചില മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്തത്? ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും വേണം. ഇത് കാര്യക്ഷമമാക്കേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് വിശ്വനാഥൻ ചൂണ്ടിക്കാട്ടി. ഒരു നിർമ്മാണം അനധികൃതമാണെങ്കിലും നിയമപ്രകാരമുള്ള നടപടിക്രമം അനുസരിച്ച് മാത്രമേ പൊളിച്ചു മാറ്റാനാവൂ എന്ന് ജസ്റ്റിസ് ഗവായ് നിരീക്ഷിച്ചു. അതേസമയം ഒരു വ്യക്തി ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമാണെന്ന് ആരോപിക്കപ്പെടുന്നത് വീട് പൊളിക്കുന്നതിന് കാരണമാവില്ലെന്ന് സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ ഉണ്ടെന്ന് UP സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അഭിപ്രായപ്പെട്ടു. ഉടമയോ താമസക്കാരനോ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ സ്ഥാവര വസ്തുക്കളൊന്നും പൊളിക്കാനാവില്ലെന്നാണ് സത്യവാങ്മൂലത്തിൽ ഉള്ളത്. UP സർക്കാരിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ പരാമർശിച്ച കേസുകളിൽ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിന് മറുപടിയില്ലാത്തതിനാലാണ് മുനിസിപ്പൽ നിയമങ്ങളിലെ നടപടിക്രമങ്ങൾ പാലിച്ച് പൊളിച്ചു നീക്കിയതെന്നും വാദിച്ചു. 2022 ഏപ്രിലിൽ CAA വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നാലെയുണ്ടായ കലാപത്തിന്റെ പേരിൽ ഡൽഹി ജഹാംഗീർപുരിയിൽ നിരവധി വീടുകൾ പൊളിച്ചതായി ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദവെ ചൂണ്ടിക്കാട്ടി. വാടകക്കാരന്റെ മകൻ കുറ്റാരോപിതനായതിനാൽ അയാളുടെ വീട് തകർത്തതായി ഉദയ്പൂരിൽ നിന്നുള്ള ഒരു കേസ് ചൂണ്ടിക്കാട്ടി മുതിർന്ന അഭിഭാഷകൻ ചന്ദർ ഉദയ് സിംഗും വാദിച്ചു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ നൽകിയ അപേക്ഷയും കോടതി അനുവദിച്ചു. ഫെഡറേഷനെ പ്രതിനിധീകരിച്ച് അഭിഭാഷകരായ നിസാം പാഷ, രശ്മി സിംഗ് എന്നിവരാണ് ഹാജരായത്. ശോഭായാത്ര ഘോഷയാത്രക്കിടെയുണ്ടായ കലാപത്തെ തുടർന്ന് നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ജഹാംഗീർപുരിയിൽ ബുൾഡോസർ രാജ് നടപ്പാക്കിയതിനെതിരെയാണ് രാജ്യസഭാ മുൻ MPയും CPM നേതാവുമായ ബൃന്ദ കാരാട്ട് ഹർജി നൽകിയത്. വീട് എന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്നും പൊളിച്ച വീടുകൾ പുനർനിർമ്മിക്കാൻ കോടതി ഉത്തരവിടണമെന്നും മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദവെ ചൂണ്ടിക്കാട്ടിയിരുന്നു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.